ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനീസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു വീടായാൽ ഒരു കോവൽ കമ്പൊക്കെ നമ്മൾ നട്ടുപിടിപ്പിക്കണം. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ മഴ സമയത്താണെങ്കിൽ നല്ലതുപോലെ വളപ്രയോഗം ചെയ്യാമെന്നുണ്ടെങ്കിൽ, അതും ഇതേപോലെ വളപ്രയോഗം ചെയ്യാമെന്നുണ്ടെങ്കിൽ നമുക്ക് നിറയെ കോവയ്ക്ക പിടിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. എന്താണ് വളമെന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് മിനീസ് ലൈഫ് സ്റ്റൈൽ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ ഫേസ്ബുക്കിൽ കാണുന്നുണ്ടെങ്കിൽ അതും ഒന്ന് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് കൃഷിയൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, വിത്തുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റായ minisLifestyle.com ഒന്ന് വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതായ വിത്തുകളൊക്കെ വാങ്ങിക്കാവുന്നതാണ്. കൂടാതെ നമ്മുടെ സൈറ്റിൽ കൂടെ ഇപ്പം നമ്മൾ മുന്തിയ ഇനം ഏലയ്ക്ക, കുരുമുളക് ഒക്കെ സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ കോവൽ നല്ല രീതിയിൽ നമ്മൾ നടുന്ന രീതിയൊക്കെ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെയൊക്കെയാണ് റാഷ് ഷേപ്പിൽ നടാം, അതുപോലെ കമ്പ് കിടത്തി നടാം, അതുപോലെ നമ്മുടെ മരച്ചീനി കമ്പ് കുത്തി നടുന്ന മാതിരി അതേപോലെ നടാം. അപ്പം അതിന് തടവെടുക്കുമ്പോഴെന്ന് പറഞ്ഞാൽ നല്ലൊരു തടവെടുത്തതിന് ശേഷം അതിനകത്ത് അടിവളമായിട്ട് ചാണകമോ അതുപോലെ കോഴിവളമോ ആട്ടിൻകാഷ്ടമോ ഒക്കെ ഇട്ടതിന് ശേഷം ഒന്ന് മൂടിയിട്ട് അതിനകത്തൊരു പിള്ളക്കുഴി എടുത്തതിന് ശേഷം ഇത് നടുകയെന്നുണ്ടെങ്കിൽ നമ്മുടെ കോവൽ നല്ല രീതിയിൽ വളർന്ന് വരും. ഒരു 10-15 ദിവസമൊക്കെ ആകുമ്പോഴത്തേക്ക് അതിനകത്ത് എന്ത് ചെയ്യും, നല്ലതുപോലെ വള്ളിയൊക്കെ വീശാനായിട്ട് തുടങ്ങും. അപ്പോൾ ഇനി ആ വള്ളിയൊക്കെ വീശി വരുന്നതായ സമയത്ത് നമ്മൾ ചേർക്കേണ്ട വളമാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണെന്ന്. അപ്പം നമ്മളിവിടെയൊക്കെ ഒരു 5-6 തണ്ട് നമ്മുടെ കോവൽ നട്ടിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഇങ്ങനെ പടർന്ന് കയറി മുകളിലോട്ട് പന്തലിലോട്ട് കയറാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പം അതിന് ചുവട്ടിൽ ഈ മഴ സമയമൊക്കെ ആകുമ്പം ഇച്ചിരി വളമൊക്കെ ഇട്ട് കൊടുത്താലും നല്ലതുപോലെ പടർന്ന് കയറി നമുക്ക് കായൊക്കെ കിട്ടിക്കോളും. അപ്പോൾ അതിൻ്റെ ചുവടൊക്കെ നമ്മളൊന്ന് മണ്ണ് ഇളക്കി കൊടുക്കണം. എന്നിട്ട് ആ പുല്ലൊക്കെ പറക്കി മാറ്റിയതിന് ശേഷം വേണം വളമൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇനി പുല്ലൊക്കെ നമുക്ക് പെറുക്കി മാറ്റിയിട്ട് വളമിടാം. അപ്പോൾ അതിൻ്റെ ചുവട്ടിലെ മണ്ണൊക്കെ ഒന്ന് മാറ്റി ഒരു തടം പോലെ ആക്കിയതിന് ശേഷം വേണം വളം ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ അതിലോട്ട് കുറച്ച് ആദ്യം ചാണകം ഇട്ട് കൊടുക്കണം. ഇതങ്ങോട്ട് അതിൻ്റെ ചുറ്റിനും അങ്ങോട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് എല്ലുപൊടി ചുറ്റിനും ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് കുറച്ച് ചാരം കൂടെ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ ചുവട് നല്ലതുപോലെ അങ്ങ് വെട്ടിയെടുപ്പിക്കുക. ഇതും വെള്ളം ഒക്കെ നിൽക്കത്തക്ക രീതിയിൽ വേണം നമ്മൾ ഒരു തടവാക്കി കൊടുക്കാനായിട്ട്. എന്നിട്ട് അതിന് മുകളിലോട്ട് നമുക്ക് നമ്മുടെ പച്ചിലയൊക്കെ ഇടാൻ അധികം വെള്ളം കെട്ടി നിൽക്കുകയും ചെയ്യരുത്. എന്നാൽ ചൂടായാലും നമുക്കതിനകത്ത് വെള്ളം ഒഴിക്കുകയും വേണം. ആ രീതിയിൽ വേണം ചെയ്യാനായിട്ട്. പച്ചില വളം ഇല്ലാത്തവർക്ക് കരിയിലയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചപ്പ് ഒക്കെ അതിൻ്റെ ചുവട്ടിൽ കൊണ്ടുവന്ന് ഇടാം. ഒച്ചിൻ്റെ ശല്യമൊക്കെ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ചപ്പ് ചവറുകൾ ഇടാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമ്മുടെ വളമൊക്കെ കൊടുത്തതിന് ശേഷം ഒരു 2 ആഴ്ച കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ കോവൽ ഇങ്ങനെ അങ്ങോട്ട് പടർന്ന് പന്തലിച്ച് അങ്ങോട്ട് പന്തലിനകത്ത് കയറും. ഇപ്പം കോവലൊക്കെ നടുമ്പോഴത്തേക്ക് നമ്മൾ നല്ലൊരു ആരോഗ്യമുള്ള പന്തലൊക്കെ കെട്ടി കൊടുക്കണം കേട്ടോ. എങ്കിൽ മാത്രമേ നല്ലതുപോലെ പടർന്നു പോവുകയുള്ളൂ. അപ്പോൾ ഇതിനകത്തുകൊണ്ട് ഇപ്പം പൂക്കളൊക്കെ വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ, ഇവിടെ പൂക്കളൊക്കെ നിറയെ വരുന്നുണ്ട്, കണ്ടല്ലേ. അപ്പോൾ നമ്മുടെ നേരത്തെ നിൽക്കുന്നതിനകത്ത് നമ്മൾ ഇതേപോലെ വളപ്രയോഗം ചെയ്യാമെങ്കിൽ ഇതേപോലെ നമുക്ക് കായ്കളും നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കും. ഇത് കണ്ടില്ലേ, ഇതിവിടെ ഞാൻ നേരത്തെ നട്ടിരുന്ന എൻ്റെ നീളൻ കോവലാണിത്. അപ്പോൾ ഇഷ്ടം പോലെ കോവയ്ക്കാണ്. ഒരു 1-2 തണ്ട് ഇങ്ങനെ വന്നിട്ട് അതിനകത്ത് നിറയെ ഇങ്ങനെ കായ്കൾ മണിമണിയായിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ടോ. അപ്പോൾ അത് നമുക്കൊന്ന് വിളവെടുത്താലോ. അപ്പോൾ നമുക്കത് പൊട്ടിക്കാം. നോക്കിക്കേ, കണ്ടോ, ഇവിടെയൊക്കെ നിൽക്കുന്നതിൻ്റെ വലിപ്പം കണ്ടത് കണ്ടോ, എന്താ വലിപ്പമാണെന്ന് നോക്കിക്കേ. ഇതൊക്കെ അങ്ങോട്ട് പറിച്ച് ഇങ്ങനെ പാത്രത്തിലോട്ട് വെച്ചിട്ട് നമ്മുടെ കിച്ചണിലോട്ട് കൊണ്ടുപോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, അതൊക്കെ നമ്മൾ സ്വയം ചെയ്തെങ്കിൽ മാത്രമേ മനസ്സിലാവത്തുള്ളൂ. നോക്കിക്കേ, കണ്ടോ. അപ്പം നമ്മുടെ കോവലിനാണെങ്കിലും ഏത് പച്ചക്കറിക്കാണെങ്കിലും നമ്മളൊരു 15 ദിവസം കൂടുമ്പോഴെങ്കിലും മാസത്തിൽ ഒരു 2 പ്രാവശ്യമെങ്കിലും എന്തെങ്കിലും ഒരു കട്ടിയായിട്ടുള്ള വളവും കൊടുക്കുക. അതേപോലെ തന്നെ എന്തെങ്കിലും സ്ലറിയായിട്ട് നമ്മൾ കൊടുക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ കോവയ്ക്ക് അതേപോലെ വിളവെടുക്കാം, കണ്ടില്ലേ. അപ്പോൾ നമ്മൾ ഈ വളമൊക്കെ കൊടുത്തതിന് ശേഷം ഒരു 10 ദിവസം കഴിയുമ്പോൾ നമ്മൾ സ്യൂഡോമോണസൊക്കെ കലക്കി നമ്മുടെ ഈ ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഈ എല്ലുപൊടിയും സ്യൂഡോമോണസും ഒക്കെ ചെല്ലുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ ഈ കോവലിനകത്ത് നല്ല ആരോഗ്യമുള്ള കായ്കൾ കിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന കായ്കളെ ഞാൻ കാണിച്ചു തരാമേ. വളമിടാതെ നിൽക്കുന്നതായ ഒരു കോവൽ എൻ്റെ അടുത്ത് നിൽപ്പുണ്ട്. അത് തൈയാണ്, കാണിക്കാം.
ഇപ്പം ഇതിൻ്റെ ചുവട്ടിൽ നമ്മൾ വളം കൊടുത്തിട്ടില്ല കേട്ടോ, എങ്കിലിത് വരുന്ന ഒരു ആരോഗ്യമില്ലാതാണ് ഇങ്ങനെ കയറി വരുന്നത്. അപ്പോൾ നമ്മൾ വളം ഇട്ടുകൊണ്ടിരുന്ന സമയത്ത് മഴ ആയതുകൊണ്ട് അതിനെ അങ്ങ് വിട്ടുപോയി, പിന്നെ ഇട്ട് കൊടുക്കാനും സാധിച്ചില്ല. അപ്പോൾ അതിൻ്റെ കായകൾ വരുന്നതെന്ന് പറഞ്ഞാൽ ദാണ്ട് ഇങ്ങനെ ഇതേപോലെ ഗ്രഹണി പിടിച്ച മാതിരി ഇരിക്കും. ഒരു സൈഡ് ഇങ്ങനെ വീർത്തിരിക്കും, ഒരു സൈഡ് ഇങ്ങനെ പതുങ്ങിയിരിക്കും. ഇപ്പോൾ ഇങ്ങനത്തുള്ള കോവയ്ക്കായിരിക്കും നമുക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾ ചാണകം കൊടുക്കണം. അതുപോലെ എല്ലുപൊടി അത്യാവശ്യമായിട്ട് നമ്മുടെ കോവലിന് ഇട്ട് കൊടുക്കണം. അതുപോലെ 10 ദിവസം കഴിയുമ്പോൾ സൂഡോമോണസ് നിങ്ങൾ ഒരു സ്പൂൺ എടുത്തിട്ട് കലക്കി ഇതിൻ്റെ ചുവട്ടിലൊക്കെ ഒഴിച്ചു കൊടുക്കണം. ഇത്രയും കാര്യങ്ങൾ ചെയ്തേ മതിയാവും. പിന്നെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇലകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നല്ലതാണ്, തോരൻ വയ്ക്കാനും ഒക്കെ നല്ലതാണ്. അപ്പോൾ ഇലയും നമുക്ക് ഉപകാരപ്പെടും. അതേപോലെ നമുക്ക് ഇഷ്ടം പോലെ ഇതേപോലെ കോവയ്ക്കയും പറിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എന്തായാലും എല്ലാവരും എന്തോ വേണം, ഇതേപോലെ കോവൽ തണ്ടുകളൊക്കെ ഈ സമയത്തൊക്കെ നടാന്നുണ്ടെങ്കിൽ നല്ലതുപോലെ പിടിച്ചു വരും കേട്ടോ. ഇപ്പോൾ ഇനി നമുക്ക് എന്തായാലും തണ്ടുകൾ കൊടുക്കാനില്ല, കുറേ നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി എപ്പോഴെങ്കിലും ആവുകയെന്നുണ്ടെങ്കിൽ നമ്മളിനി വീണ്ടും ഇതേപോലെ എല്ലാവർക്കും കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കോവലിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും എല്ലാവരും ഒരു കോവൽ കൃഷി, പച്ചക്കറി കൃഷി ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഒരു കോവൽ തണ്ട് എവിടെന്നെങ്കിലും കിട്ടുകയെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ നട്ടുപിടിപ്പിക്കുകയെന്നുണ്ടെങ്കിൽ എപ്പം ചെന്നാലും നമുക്കൊരു 10 കോവയ്ക്കെങ്കിലും നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ളത് കിട്ടിയിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞാൻ മിനി. നന്ദി, നമസ്കാരം.